ഹലോ ഗൈസ്, വെൽക്കം ടു AN Tales. ഇന്ന് ഞാനൊരു കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നത്. നിങ്ങൾ ഈ ഡിഷ് റെസിപ്പി ഭയങ്കര ഫെമിലിയർ ആയിരിക്കും, കുറെ റീൽസിലും യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള റെസിപ്പിയാണ്. ബട്ട് ദിസ് ഇസ് മൈ വേർഷൻ ഓഫ് ഓവർനൈറ്റ് ഓട്സ്. ഇത് ഭയങ്കര സിമ്പിൾ ആണ്, ടേസ്റ്റി ആണ്, ഹെൽത്തി ആണ്. ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ബൗൾ. സോ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് ഓട്സ് ആണ്. നമ്മളിവിടെ 3 ടേബിൾ സ്പൂൺ ഓഫ് ഓട്സ് ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ 2 പേർക്കുള്ള പോർഷനാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ ഓട്സ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ആക്ച്വലി. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് ചിയ സീഡ്സ് ആണ്. ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ഒക്കെ മാക്സിമം ആഡ് ചെയ്താൽ മതി. 1 ടീസ്പൂൺ ഓഫ് ചിയ സീഡ്സ് ആഡ് ചെയ്യാണ്. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ പീനട്ട് ബട്ടറാണ്. ഞാൻ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് പീനട്ട് ബട്ടർ. ആ ടിന്ന് കണ്ടാലേ അറിയാം അത് കഴിയാനായിട്ടുണ്ട്. എനിക്കിഷ്ടമുള്ള അത്ര പീനട്ട് ബട്ടർ ഉപയോഗിക്കാൻ. ഞാൻ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ പീനട്ട് ബട്ടർ യൂസ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് കേർഡാണ് ആഡ് ചെയ്യുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഓഫ് കേർഡാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു നിങ്ങളുടെ ഒരു ഇഷ്ടമാണ്. നിങ്ങൾക്ക് എത്ര വേണോ അത്രയും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ ഓഫ് കേർഡാണ് ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആയിട്ട് ഡേറ്റ്സ് ആണ് ആഡ് ചെയ്യുന്നത്. ഡേറ്റ്സ് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമ്മളെ ഇഷ്ടത്തിന് എത്ര എമൗണ്ട് ഓഫ് സ്വീറ്റ്നെസ് നമുക്ക് വേണോ അതിനനുസരിച്ച് ഡേറ്റ്സ് ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ഹണിയാണ് ആഡ് ചെയ്യുന്നത്. ഷുഗർ യൂസ് ചെയ്യുന്നില്ല, അതിന് പകരമാണ് ഹണി ആഡ് ചെയ്യുന്നത്. അതൊക്കെ നമ്മുടെ ഒരു ഇതനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 1 ഫുൾ റോബസ്റ്റ് ബനാന ആണ് യൂസ് ചെയ്തത്. ഒരു ഫുൾ ബനാന ഞാൻ ഇതിലോട്ട് സ്മോൾ പീസസ് ആക്കിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ എത്ര ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യും. ഇപ്പം ഞാനിവിടെ ഫസ്റ്റ് സെഷനിൽ ബനാന മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ആപ്പിൾ ഞാൻ പിന്നെയാണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിത് സാധനമൊക്കെ സെറ്റ് ആക്കിയിട്ട് നമ്മളിവിടെ വെച്ചൊക്കെയാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള പാലാണ് ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പാലും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഇത് ഓവർനൈറ്റ് ഓട്സ് ആണ്. സോ ഇത് തന്നെ നമ്മൾ യൂഷ്വലി ഉറങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ രാത്രി എപ്പോഴാ ടൈം കിട്ടുന്ന അപ്പം ഉണ്ടാക്കി വെക്കാം. പിറ്റേന്ന് രാവിലെയാണ് ബാക്കി പണി ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് സെക്ഷൻ ഇത്രയാണ്. പാലും കൂടി ആഡ് ചെയ്തിട്ട് നേരെ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് പാല് ചേർക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങൾക്ക് എത്ര പാല് വേണോ അത്രയും പാല് ചേർക്കാം. ഞാൻ എനിക്ക് വേണ്ട അത്രയും പാല് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. രാത്രി ഇത്രയും ചെയ്തിട്ട്, കാരണം ഇത് നല്ലോണം സോക്കാവും. അപ്പൊ ഇത് ഫ്രിഡ്ജിൽ വെക്കും. അപ്പൊ ഇപ്പൊ ഇത് കുറച്ചൊരു റണ്ണി കൺസിസ്റ്റൻസി ഉണ്ടാവും. ഇത് പക്ഷെ രാവിലെ ആവുമ്പോഴത്തേനും നല്ല തിക്കായിട്ട് വരും. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാല് ഇപ്പൊ ആഡ് ചെയ്തതിനെക്കാട്ടും കുറച്ചും കൂടി പാലും ആഡ് ചെയ്യും. എനിക്ക് പാല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ നല്ലോണം രാവിലെയും കുറച്ചുകൂടി പാൽ ആഡ് ചെയ്യും. ബാക്കി എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യും. ഇത് നല്ലോണം മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു. ഇപ്പം ഈ ഒരു ഡിഷിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ടാണ്. നമുക്ക് എങ്ങനെ ഈ ഡിഷ് വേണോ അതുപോലെ നമുക്ക് ഇതിനെ മോഡിഫൈ ചെയ്യാം. ഈ ഒരു രീതിയിൽ മാത്രമല്ല, ഞാൻ ഇതിന് പല വെറൈറ്റീസിലാണ് ഞാൻ ഉണ്ടാക്കാറ്. ഇപ്പം ഇന്ന് ഞാൻ യൂസ് ചെയ്ത ഫ്രൂട്ട്സ് ഡേറ്റ്സും ബനാനയും മാത്രമേ ഇപ്പൊ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഞാൻ ഇതിൽ ആപ്പിളും കൂടി ആഡ് ചെയ്യും. അല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ സ്ട്രോബെറീസോ അങ്ങനെ വേറെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇതില് നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ഇന്നത് വേണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. സാധാരണ രാത്രി വെച്ചിട്ട് രാവിലെയാണ് ഇത് ഞാൻ കഴിക്കാറ്. പക്ഷെ ഇതിപ്പോ ഞാൻ രാവിലെയാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ മിനിമം ഒരു 6 hours എങ്കിലും ഇതൊന്ന് ഫ്രിഡ്ജിൽ ആ ഒരു ഓട്സ് ഒക്കെ ഒന്ന് നല്ലോണം സോഫ്റ്റ് ആവാൻ വേണ്ടിട്ട് വെക്കണം. അപ്പൊ ഒരു 6 hours കഴിഞ്ഞ് കാണാം. ഹലോ ഗൈസ്, അങ്ങനെ ഇപ്പം നമ്മുടെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞിട്ട് ഒരു 4 hours ആയി. യൂഷ്വലി നമ്മൾ ഇത് രാത്രി പ്രിപ്പയർ ചെയ്തിട്ട് രാവിലെ കഴിക്കുകയാണ് ചെയ്യാം. അതുപോലെ തന്നെ രാവിലെ എനിക്ക് എണീച്ച പാടെ തണുപ്പ് കഴിക്കാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ ഞാൻ യൂഷ്വലി ഇത് നമ്മൾ ഫ്രിഡ്ജിലാണല്ലോ വെക്കാം. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് എണീച്ച പാടെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെക്കും. എന്നിട്ട് കുറച്ച് നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് തിന്നാനാവുമ്പോഴത്തേനും ആ തണുപ്പ് പോയിണ്ടാവും. അപ്പൊ ഇനി ആ തിന്നുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട്. ആപ്പിൾ ഞാൻ എപ്പോഴും കട്ട് ചെയ്തിട്ട് തിന്നുന്ന സമയത്താണ് ഇടാറ്. ഞാൻ ആപ്പിൾ കട്ട് ചെയ്യണം. അങ്ങനെ ആപ്പിൾ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഒരു ബനാന എടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ബനാന ഒന്ന് ഫുൾ ഇട്ടിട്ടുണ്ട്. ബനാനന്റെ ആവശ്യമില്ല. ഇത് ഞാൻ വെറും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് ബനാന എടുക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് ഓട്സ് എടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് കാണാം. ഇത് ഭയങ്കര തിക്ക. നേരത്തെ ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയിരുന്നു. അത് വെച്ച് നോക്കുമ്പോ ഇപ്പൊ ഭയങ്കര തിക്കായിട്ടുണ്ട്. കാരണം എല്ലാം കൂടി മിക്സ് ആയിട്ട് ഇത് എടുത്ത് പാടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് എല്ലായിടത്തൊന്ന് മിക്സ് ചെയ്ത് യൂണിഫോം ആക്കി എടുക്കാം. നല്ല തിക്കാണ് ഇത്. ഞാൻ ഇപ്പൊ പാല് പിന്നെ എടുത്തോണ്ടിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആപ്പിൾ ഇട്ട് കൊടുക്കണം. ഇത് മിക്സ് ചെയ്യുമ്പോൾ നല്ല തിക്കാണ്. നമുക്ക് അത്രയും തിക്ക് വേണ്ടാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വീണ്ടും പാൽ ആഡ് ചെയ്യുന്നു. പാല് ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാല്. എന്തായാലും പിന്നെയും ആഡ് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി അത്ര ആഡ് ചെയ്താൽ മതി. പിന്നെ ഇതന്നെ ഈ പാല് പലരും ഓട്ട് മിൽക്ക്, ആൽമണ്ട് മിൽക്ക്, അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള ചോയ്സ് ഓഫ് മിൽക്കാണ് യൂസ് ചെയ്യുക. ഞാൻ ഇവിടെ നോർമൽ പാലാണ് യൂസ് ചെയ്യുക. നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ളത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേഷനൊക്കെ ഓപ്ഷണലാണ്. നമ്മൾ ആരും ഇത് ഡെയിലി ബേസിസിൽ ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ ഞാൻ ഡെക്കറേഷൻ യൂസ് ചെയ്തത് ഫസ്റ്റ് മ്യൂസ്ലി ആണ്, നട്ട്സ് ബേസ്ഡ് ആണ്. പിന്നെ കുറച്ച് ബനാന വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പംകിൻ സീഡ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. കുറച്ച് ആപ്പിളും ഡെക്കറേഷന് വേണ്ടി വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫൈനലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. രാവിലെ വർക്കിനൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് തലേന്ന് തന്നെ ഉണ്ടാക്കിയ രാവിലെ ഇത് കഴിച്ചിട്ട് പോകുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇത് ആക്ച്വലി ഈ പോർഷൻ 2 പേർക്കുള്ള പോർഷൻ ഉണ്ട്. ഇത് മൊത്തം ഞാൻ ഒറ്റക്ക് കഴിക്കാറില്ല. ഞങ്ങളിത് രാത്രി ഉണ്ടാക്കി സെയിം ബൗളിൽ തന്നെ ഉണ്ടാക്കാറ്. ഞങ്ങൾക്ക് 2 പേർക്ക് കഴിക്കാനുള്ള പോർഷൻ ഇതിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ നട്ട്സ് ആഡ് ചെയ്യാം. ഇപ്പൊ പംകിൻ സീഡ്സ് ആഡ് ചെയ്ത പോലെ നമുക്ക് നട്ട്സ് ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ചോയ്സ് ഓഫ് നട്ട്സ് ആഡ് ചെയ്യാം. പിന്നെ ഈ മ്യൂസ്ലി ആണ് ആഡ് ചെയ്ത്, അതിന് പകരം ഗ്രനോള ആഡ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ബൗളിന്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് ഗൈസ്? Thank you for watching. Please do like, share and subscribe. And വേറൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. Bye.